كتاب الله تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർക്കാരും സംരക്ഷകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിതം നയിക്കണമെന്നും ആമുഖമായി എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സ്വതന്ത്ര ഇന്ത്യക്ക് 78 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. നാടിന്റെ നാനാഭാഗത്തും ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സാഹചര്യത്തിലാണ് നാം ഉള്ളത്. വർത്തമാനകാല സംഭവങ്ങൾ നമുക്ക് മനസ്സിന് ഏറെ പ്രയാസമുണ്ടാക്കുന്നതും ഏറെ ഭീതിജനകമാണ് എങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണഘടനയുടെ കീഴിൽ ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാജ്യം സ്വാതന്ത്ര്യത്തോടെ നിലനിൽക്കുന്നു എന്നത് നമുക്ക് ആവേശവും ആശ്വാസവും നൽകുന്ന യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഈ അടുത്ത കാലത്തായി മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെ വ്യാപകമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. ഇസ്ലാമിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെയും പല ഭാഗത്തു നിന്നും വ്യത്യസ്ത തരത്തിലുള്ള കയ്യേറ്റങ്ങളും ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തു തന്നെ വ്യത്യസ്ത നാടുകളിൽ നടക്കുന്ന ഹീനമായ പ്രവർത്തനങ്ങൾ മുസ്ലിം വൈദേശികരാണ് എന്നും അവർ ഇന്ത്യ രാജ്യത്ത് വന്നു ചേർന്നവരാണ് എന്നും അവർക്ക് മുസ്ലിം രാഷ്ട്രങ്ങളോടാണ് കൂറ് എന്നും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വിശ്വാസികളെ അവരുടെ പേരുകൾ ചരിത്രത്തിൽ നിന്നും തിരുത്തി മാറ്റാനുള്ള ഗൂഢമായ ശ്രമം പോലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നും രാജ്യത്തോടുള്ള കൂറും അതിനോടുള്ള പ്രതിബദ്ധതയും എത്രമാത്രമാണ് എന്നും പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരു വിശ്വാസി നടത്തുന്ന ഏതൊരു സ്വാതന്ത്ര്യ വിമോചന പോരാട്ടവും അത് ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രേരണയിലൂടെ രൂപപ്പെട്ടിട്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതിന് പ്രചോദനമേകുന്ന ഒരുപാട് വാക്യങ്ങൾ, ഒരുപാട് ആയത്തുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സ്വാതന്ത്ര്യ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് അത് പ്രവാചകന്റെ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിന്റെ 157-ാമത്തെ ആയത്തിൽ ആരാണ് പ്രവാചകരെ പിൻപറ്റുന്നവർ എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യിൽ ഉമ്മി അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിരക്ഷരനായ ഒരു പ്രവാചകനെ പിൻപറ്റുന്ന ആളുകൾ ആ പ്രവാചകനെ കുറിച്ച് മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങൾ
തൗറാത്തും ഇഞ്ചീലും ധാരാളം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഅ്മുറുഹും ബിൽ മഅ്റൂഫി വയൻഹാഹും അനിൽ മുൻകർ, അവര് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവരാണ്. യഥാർത്ഥ വിശ്വാസികളുടെ ഗുണം, പ്രവാചകനെ പിന്തുടരുന്നവരുടെ ഗുണം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് യഅ്മുറുഹും ബിൽ മഅ്റൂഫ്, അവര് നന്മ കൽപ്പിക്കുന്നവരാണ്. വയൻഹാഹും അനിൽ മുൻകർ, തിന്മകളെ വിലക്കുന്നവരുമാണ്. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതു വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അവർക്ക് അനുവദനീയമായതും മാത്രം സ്വീകരിക്കുകയും അതിനെ അനുവദിക്കുകയും മ്ലേച്ഛമായതിനെ പൂർണ്ണമായിട്ടും അതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നവരാണ്. വയളഹു അൻഹും ഇസ്റഹും വൽഅഗ്ലാലുല്ലതീ കാനത് അലൈഹിം, മനുഷ്യരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയുന്നതിന് വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് വിശ്വാസികൾ. മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന, മനുഷ്യരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന, സ്വാതന്ത്ര്യത്തെ ഹരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനത്തിനെതിരെയും ശക്തമായ മോചന പ്രവർത്തനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണവർ. പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥം നൽകിയ വിശേഷണമാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. ഫല്ലദീന ആമനൂ ബി, ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുകയും വഅസ്സറൂഹു, ആ പ്രവാചകനെ പിന്തുടരുകയും വനസറൂഹു, ആ പ്രവാചകനെ സഹായിക്കുകയും വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ പ്രവാചകനിൽ അവർദീനമായ, ആ പ്രവാചകൻ കൊണ്ടുവന്നിട്ടുള്ള വേദഗ്രന്ഥത്തെ പൂർണ്ണമായിട്ടും പിന്തുടരുകയും ചെയ്യുന്നവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം പ്രാപിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. സഹോദരങ്ങളെ, സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നവരുടെ ലക്ഷണമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സ് പൂർത്തിയാകുമ്പോൾ ആദ്യമായിട്ട് വഹി ലഭിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന ആയത്തിന്റെ വാക്കുകൾ ആദ്യമായിട്ട് കേൾക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹ, തന്റെ ബന്ധുവും തന്റെ കുടുംബാംഗവും അതുപോലെ തന്നെ മുൻ വേദഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുള്ള മഹാപണ്ഡിതനുമായ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന പണ്ഡിതന്റെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടേക്ക് കടന്നു ചെന്നിട്ട് ഹിറാ ഗുഹയുടെ അകത്തളത്തിൽ നടന്ന ആ പ്രവർത്തനങ്ങളെ കുറിച്ച്, വഹീന്റെ സന്ദേശത്തെ കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വേദ പണ്ഡിതനോട് വിവരിക്കുകയാണ്. ഇതെല്ലാം കേട്ട ഉടനെ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞ ഒരു വാക്കുണ്ട്: നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് നാമൂസാണ്, അതേ വഹീന്റെ സന്ദേശം എത്തിക്കുന്ന മലക്കാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ വഹീ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു സംഭവം, സാഹചര്യം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നുണ്ട്. ജനിച്ച നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്ന ഒരു ദിവസം മുഹമ്മദേ താങ്കൾക്ക് വരാൻ പോകുന്നു. താൻ ജനിച്ച നാട്ടിൽ നിന്ന് ജന്മനാടിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ടാകാൻ പോകുന്നു. ആ സാഹചര്യത്തിലെങ്ങാണം ഞാൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യമാണ് എങ്കിൽ താങ്കൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ, താങ്കളെ സംരക്ഷിക്കാൻ, താങ്കൾക്ക് വേണ്ടി വാദിക്കാൻ ഈ വറഖത്ത് ബിൻ നൗഫൽ ഉണ്ടാകുമെന്ന് ആ മനുഷ്യൻ പറയുകയാണ്. ഇത് കേട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്: അവ മുഖ്രിജിയ ഖൗമി, എന്റെ ജനത, ഞാൻ ജനിച്ചു വീണ പിറന്ന നാട് വിട്ടിട്ട് പുറത്തേക്ക് പോകാൻ എന്നെ ആട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ?
അത് എനിക്ക് എങ്ങനെ താങ്ങാൻ കഴിയുമെന്ന് വറഖത്ത് ബിൻ നൗഫലിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് സഹോദരങ്ങളെ നമുക്ക് ചരിത്രത്തിന്റെ താളുകളിൽ വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ജന്മനാടിനോട് എത്രമാത്രം കൂറാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റസൂല് തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി സഞ്ചരിച്ചു. നിറക്കണ്ണുകളോടുകൂടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര തിരിക്കുന്നത്. മക്കയുടെ പ്രാന്തപ്രദേശം പിന്നിടുന്ന സാഹചര്യം, മക്കയുടെ അതിർത്തി പിന്നിടുന്ന സാഹചര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ ഉയർന്നു നിൽക്കുന്ന ഒരു മലയുടെ മുകളിലേക്ക് കയറി നിറക്കണ്ണുകളോടുകൂടി തന്റെ ജന്മനാട്ടിലേക്ക് പ്രവാചകൻ നോക്കുകയാണ്, മക്കയിലേക്ക് നോക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീണ്ട താടി രോമങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു, യാ മഹബ്ബത്തി മക്ക വല്ലാഹി ഇന്നകി ലിഖൈരി അർളില്ല വഉഹിബ്ബു അർളില്ല. ഓ പ്രിയപ്പെട്ട ജന്മനാടാകുന്ന മക്കേ, തീർച്ചയായിട്ടും പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്നകി ലിഖൈരി അർളില്ല. ഈ ഭൂമിയിൽ ഏതെല്ലാം രാജ്യങ്ങളുണ്ട് എങ്കിലും, മനോഹരമായ സുന്ദരമായ നാടുണ്ട് എങ്കിലും, എന്റെ ജന്മനാടിനോട് കിടപിടിക്കാൻ കഴിയുന്ന മറ്റൊരു നാടുമില്ല. വഉഹിബ്ബു അർളില്ല. അല്ലാഹുവിന്റെ ഈ ഭൂമിയെ വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക്. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകിമാ അഖ്റജ്തു. ഈ ജന്മനാട്ടിൽ നിന്ന് എന്നെ ആട്ടി പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഇല്ല, ഈ ഭൂമി വിട്ടിട്ട് ഒരിക്കൽ പോലും മരിച്ചു വീഴേണ്ടി വന്നാലും ഈ ഭൂമി വിട്ടിട്ട് പുറത്തേക്ക് പോകില്ല. അത്രമാത്രം രാജ്യത്തെ സ്നേഹിക്കുന്ന, ജന്മനാടിനെ സ്നേഹിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തന്നെയായിരിക്കണം സഹോദരങ്ങളെ ഒരു മുസ്ലിമിന്റെ നിലപാട്. പരിശുദ്ധ ഖുർആൻ ആ ഒരു നിലപാടാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്റെ ജീവിതം ആ ഒരു നിലപാടാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം ഒരു ബഹുസ്വര സമൂഹം നിലകൊള്ളുന്ന രാജ്യമാണ്. വൈജാത്യങ്ങളും അതുപോലെ ജാതികളും വിവിധ മതങ്ങളും ഉപജാതികളും ഒക്കെയും നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇത്തരം നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു സന്ദേശമുണ്ട്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ നന്മയുടെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കണം. ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളോടും ഈ രാജ്യത്തിലുള്ള സംവിധാനങ്ങളോട് നിങ്ങൾ നന്മയുടെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഏത് കാര്യത്തിലും ഒരു വിശ്വാസിയുടെ നിലപാടിതാണ്. രാജ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, പ്രബോധനത്തിന്റെ കാര്യത്തിൽ, ആദർശത്തിന്റെ കാര്യത്തിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു നിലപാടാണ് തആവനു അലൽ ബിർരി വത്തഖ്വ. നന്മയിലും അല്ലാഹുവിലുള്ള ദൈവഭയത്തിലും പരസ്പരം നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾ നന്മയിൽ സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപത്തിന്റെയും ശത്രുതയുടെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്. നിങ്ങൾ അകന്നു നിൽക്കണം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, സഹോദരങ്ങളെ, ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഒരു മുസ്ലിം മുന്നോട്ടു പോകേണ്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ വിശ്വാസി സമൂഹത്തോട് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന സന്ദേശം ഇതാണ് സഹോദരങ്ങളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
മക്കയിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം അതിക്രമങ്ങൾ, എന്തെല്ലാം ആക്ഷേപങ്ങൾ, എന്തെല്ലാം ഒറ്റപ്പെടുത്തലുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സാഹചര്യത്തിൽ ഒരിക്കൽ പോലും ഒരു അക്രമത്തിന്റെ തിരികൊളുത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു തരി മണ്ണെടുത്തുകൊണ്ട് പോലും ആ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കെതിരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രതിരോധ നിര സൃഷ്ടിച്ചിട്ടില്ല എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് വരെയുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു ഇസ്ലാമിക ഭരണകൂടമല്ലാത്ത മക്കയിൽ ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനെ ഒറ്റപ്പെടുത്തുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിക്കുമ്പോ, പ്രവാചകനെതിരെ ക്രൂരമ്പുകൾ കടന്നു വരുമ്പോ ഒരു തരി മണ്ണെടുത്തുകൊണ്ടെങ്കിലും ഒരു പ്രതിരോധ നിര സൃഷ്ടിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആ നാട്ടിലുള്ള മുഴുവൻ സംവിധാനങ്ങളോടും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട്. എന്നാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. അവിടെ പ്രവാചകന്റെ നേതൃത്വത്തിൽ 2 വർഷം പിന്നിടുമ്പോ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടമുണ്ടായി, ഒരു ഇസ്ലാമിക ഭരണകൂടമുണ്ടായി. ആ ഭരണകൂടത്തോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 4-ാം അധ്യായമായ സൂറത്തുൻ നിസാ അതിന്റെ 75-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദ്ഗഫീന മിനർ റിജാലി വൻ നിസാഇ വൽ ബിൽദാൻ യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജ്അൽ ലനാ മിൻ ലദുൻക വലിയ്യൻ വജ്അൽ ലനാ മിൻ ലദുൻക നസീറാ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാ, അബലകളും ചപലകളുമാകുന്ന സ്ത്രീകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, പിഞ്ചു കുഞ്ഞുങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും മാറ്റി പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രാഷ്ട്ര സംവിധാനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ ആയുധമെടുക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്. ആരോടാണ് സഹോദരങ്ങളെ ആയുധ പോരാട്ടത്തിന് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തത്? രാഷ്ട്ര സംവിധാനം നടത്തുന്ന, രാഷ്ട്രത്തിന്റെ കീഴിൽ നേതൃത്വം നൽകുന്ന ഒരു പ്രവാചകനോട്, ഒരു ഭരണാധികാരിയോട്, വിശ്വാസി സമൂഹത്തോട് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്, എന്തുകൊണ്ട് നിങ്ങൾ ആയുധമെടുക്കുന്നില്ല എന്ന്. സഹോദരങ്ങളെ, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ അവിടെ കലാപം സൃഷ്ടിക്കാനല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ജിഹാദിനെ കുറിച്ച് ഒരുപാട് ആയത്തുകൾ ഉണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ 20-ലധികം വരുന്ന ആയത്തുകൾ ആയുധ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഖുർആനിലെ 20ഓളം വരുന്ന ആയത്തുകൾ വെട്ടിമാറ്റണമെന്ന് പലരും പരസ്യ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നാം ആലോചിക്കണം. വിശുദ്ധ ഖുർആനിൽ സായുധ പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരോടാണ് പറയുന്നത്? ഒരു രാഷ്ട്ര സംവിധാനത്തോടാണ് പരിശുദ്ധ ഇസ്ലാം ആയുധ പോരാട്ടത്തെ കുറിച്ച് പറയുന്നത്. നാം നോക്കണം, ഇന്ത്യ മഹാരാജ്യം പോലെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്ന് സൂറത്തുൽ മുംതഹിന അതിന്റെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, നിങ്ങൾക്ക് പരസ്യമായിട്ട് തൗഹീദ് പറയാൻ, അല്ലാഹു അക്ബർ എന്ന് പരസ്യമായിട്ട് ബാങ്ക് വിളിക്കാൻ, മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാത്ത കാലത്തോളം പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങളെ ആട്ടിപ്പുറത്താക്കാത്ത കാലത്തോളം ഈ നാട്ടിൽ ജീവിക്കുമ്പോ, അതുപോലുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു മതേതരത്വ രാജ്യത്ത് ജീവിക്കുമ്പോ പരിശുദ്ധ ഖുർആൻ പറയുകയാ, അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ.
ആ നാട്ടിലുള്ള ജനങ്ങളോട് വിശ്വാസികൾ നന്മയിലാണ് വർത്തിക്കേണ്ടത്. അവിടെ ഒരിക്കലും അക്രമ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല. രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ പാടില്ല. നന്മയിൽ വർത്തിക്കണം. അവിടെയുള്ള ജനങ്ങളോട് മാനവ മൈത്രി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു വിശ്വാസി ജീവിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹുവിന് ഇഷ്ടം ആ നീതിയോടുകൂടി വർത്തിക്കുന്നവരെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. സഹോദരങ്ങളെ, ദീനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത്, ഒരു സ്വതന്ത്ര ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒരു നിലപാട് വിശ്വാസികളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പറയുകയാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്ത ഒരു സന്ദേശമുണ്ട്. ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ അവൻ മുസ്ലിമല്ല, എന്നിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ ഖാതല ഇലാ അസബിയ്യ. വർഗീയതയ്ക്ക് വേണ്ടി ആയുധമെടുത്തവൻ എന്നിൽപ്പെട്ടവനല്ല. പരിശുദ്ധ പ്രവാചകന്റെ സന്ദേശപാട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ താക്കീതാണിത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരാൾ വർഗീയത സൃഷ്ടിക്കാൻ ആയുധമെടുത്തുകൊണ്ടിറങ്ങുന്നു എങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വലൈസ മിന്നാ മൻ ഖാതല ഇലാ അസബിയ്യ. വർഗീയതയ്ക്ക് വേണ്ടി ആയുധമെടുത്തവൻ, പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങിയവൻ എന്നിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ മാത അലൽ അസബിയ്യ. വർഗീയതയ്ക്ക് വേണ്ടി പിടഞ്ഞു വീണ് മരിച്ചവനും എന്നിൽപ്പെട്ടവനല്ല, മുസ്ലിമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, വർഗീയത രാജ്യത്തിന് ആപത്താണ് എന്ന് പഠിപ്പിച്ച ഒരു സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം. ആ ഒരു സന്ദേശമാണ് ഈ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ഇന്ത്യ, ആ സ്വാതന്ത്ര്യ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടിതാണ്. ഇത് ഉറക്കെ പറയുന്നവരായിരിക്കണം വിശ്വാസി. വിട്ടുവീഴ്ചയുടെ വ്യക്തമായ നിലപാടാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. ഒരിക്കലും നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ, അക്രമങ്ങൾ നടത്താൻ പരിശുദ്ധ ഇസ്ലാം പ്രചോദനം നൽകുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലം സഹോദരങ്ങളെ നമുക്കറിയാം. ഹിജ്റയുടെ 6-ാം കൊല്ലമാണ്. മക്കയിലെ മുശ്രിക്കുകളുടെ പ്രതിനിധിയായ സുഹൈൽ ബിൻ അംർ എന്ന് പറയുന്ന മനുഷ്യനുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു കരാറാണ് ഹുദൈബിയ സന്ധി. ആ കരാറില് പ്രധാനപ്പെട്ട ചില കരാറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സന്ധി സംഭാഷണം നടക്കുന്നു, കരാറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന കരാറായിരുന്നു, മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ, മുസ്ലിമായിക്കൊണ്ട് മദീനയിലേക്ക് വന്നാൽ അവരെ ഉടനടി അയക്കണം. ഒരിക്കലും മദീനക്കാർ സ്വീകരിക്കാൻ പാടില്ല, മുസ്ലിമായിട്ട് വരുന്നവരെ സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് മദീനയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ആരെങ്കിലും തിരിച്ച് അവരുടെ ജന്മനാട്ടിലേക്ക് മക്കയിലേക്ക് തിരിച്ചു പോയാൽ അവരെ ഒരിക്കലും തിരിച്ചയക്കുന്നതല്ല. ഈ ഒരു സന്ധി ഉണ്ടാകുമ്പോ, ഈ ഒരു സന്ധിയുടെ എഴുത്ത് നടക്കുമ്പോ സ്വഹാബത്തിന്റെ മുഖം ചുളിഞ്ഞു. കാരണം എന്തേ? മക്കയിൽ നിന്നും വരുന്നവരെ തിരിച്ചയക്കണം, മദീനയിൽ നിന്നും പോകുന്നവരെ തിരിച്ചയക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ കരാർ എഴുതാനിരുന്നു. ആ സമയത്താണ് പൊട്ടിച്ചെറിഞ്ഞ ചങ്ങലയുമായിട്ട് ഒരു മനുഷ്യൻ കടന്നു വരുന്നത്. സുഹൈൽ ബിൻ അംറിന്റെ പ്രിയപ്പെട്ട മകൻ അബൂ ജന്ദലായിരുന്നു വരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരിൽ വീട്ടിൽ തടങ്കലിലാക്കിയിട്ടാണ് ഈ മനുഷ്യൻ സന്ധി സംഭാഷണത്തിന് വന്നിരിക്കുന്നത്. പിതാവ് വീട്ടിൽ നിന്നും പോയതറിഞ്ഞ് എങ്ങനെയോ തന്നെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് രക്തമൊലിക്കുന്ന കാലും
രക്തമൊലിക്കുന്ന കൈകളുമായിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സംരക്ഷണമേകണം, എന്നെ സംരക്ഷിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരില്, തൗഹീദ് പ്രഖ്യാപിച്ചതിന്റെ പേരില് ഞാൻ ബന്ധിയായിരുന്നു. ഞാൻ അവിടെ നിന്നും ഓടി വന്നിരിക്കുകയാണ്. എന്നെ സഹായിക്കണം, എനിക്ക് സംരക്ഷണമേകണമെന്ന് പറഞ്ഞുകൊണ്ട് അബൂജന്തൽ കടന്നു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങുമ്പോ അവിടെയുണ്ടായിരുന്ന സുഹൈൽ ബിൻ അംർ ചാടി എഴുന്നേറ്റു. നമ്മൾ തമ്മിലുള്ള ഒരു കരാറുണ്ട്. മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിം ആയിക്കൊണ്ട് മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം, സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കരാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കരാർ എഴുതിയിട്ടില്ലല്ലോ. എഴുതുമ്പോഴല്ലേ അത് പ്രായോഗികമാകുന്നത്, അത് പ്രാബല്യത്തിൽ വരുന്നത്. കരാർ എഴുതിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ സുഹൈൽ ബിൻ അംർ എഴുതാനും ഉപയോഗിച്ചിരുന്ന വസ്തു മടക്കി വെച്ചിട്ട് ചാടി എഴുന്നേറ്റു. എല്ലാ ഹുദൈബിയ സന്ധി ഇവിടെ ഇതാ തകർന്നിരിക്കുകയാണ്. ഞാൻ ഈ സന്ധി സംഭാഷണത്തില്ല, ഇന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യനെ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, അബൂജന്തലിനോട് പറഞ്ഞു, പൊന്നുപോലെ നീ തിരിച്ചു പോകണം, നിന്റെ വീട്ടിലേക്ക് പോകണം, മക്കയിലേക്ക് പോകണം. അബൂജന്തലും മാറി നിന്നുകൊണ്ട് പ്രവാചകന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട പ്രവാചകരെ, ആ തടവറയിലേക്ക്, ആ പീഡനത്തിന്റെ ഭീകരതയുടെ വീട്ടിലേക്ക് വീണ്ടും എന്നെ തള്ളിവിടുകയാണോ റസൂലേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കി പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയാണ്. പ്രവാചകൻ പ്രതികരിച്ചില്ല. സഹോദരങ്ങളെ, തീർന്നില്ല. സന്ധി എഴുതാൻ തയ്യാറായി. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആണ് എഴുതുന്നത്. എഴുതാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ മുഹമ്മദിൻ ഇലാ സുഹൈൽ ബിൻ അംർ. ഒന്നാമത്തെ വരി രേഖപ്പെടുത്തുകയാണ്. കത്തെഴുതുമ്പോ, കരാർ എഴുതുമ്പോ ഒന്നാമതായിട്ട് പറഞ്ഞു, മിൻ മുഹമ്മദുർ റസൂലുള്ളാഹി ഇലാ സുഹൈൽ ബിൻ അംർ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈൽ ബിൻ അംറിന് എഴുതി കൊടുക്കുന്ന കരാർ. ഇതെഴുതാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു എഴുതാൻ ഒരുങ്ങിയപ്പോ സുഹൈൽ ചാടി എഴുന്നേറ്റു. നീ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വാസം ഞങ്ങൾക്കുണ്ട് എങ്കിൽ ഒരിക്കലും ഞങ്ങൾ ശിർക്കിന്റെ മേഖലയിൽ അല്ലെങ്കിൽ നിനക്കെതിരെ മാറി നിൽക്കുമായിരുന്നില്ല, ഈ കരാർ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് റസൂലുള്ള എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. മിൻ മുഹമ്മദിൻ ഇലാ സുഹൈൽ ബിൻ അംർ എന്നെഴുതണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ വിറച്ചു. റസൂലുള്ളയുടെ പേരിനോടൊപ്പം റസൂലുള്ള എന്ന് എഴുതാൻ കഴിയാത്തതിന്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുഖത്ത് നോക്കിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിയെ മുഹമ്മദ് എന്ന് തന്നെ എഴുതുക, റസൂലുള്ള വെട്ടിയേക്കുക. ഒരു സന്ധി എങ്ങനെയായിരിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തരികയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് ഈ കീഴതുങ്ങൽ? എന്തിനാണ് റസൂലേ ഈ അടിയറവ് പറയുന്നത്? എന്തിനാണ് ഇത്രമാത്രം കീഴതിങ്ങി ജീവിക്കുന്നത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചിരുത്തി. ഉമറേ, ഇത് സന്ധിയാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒതുങ്ങേണ്ട മേഖലകളിലെല്ലാം ഒതുങ്ങിക്കൊടുത്തു. പരിശുദ്ധ ഖുർആൻ ആ സന്ധിയെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഫതുഹുൻ മുബീൻ. വ്യക്തമായ ഒരു വിജയമായിരുന്നു ആ സന്ധി. കീഴൊതുങ്ങേണ്ട സാഹചര്യം ഉണ്ടായപ്പോ ആ സന്ധി ഒരു വിജയമായിട്ട് മാറി. എങ്ങനെയാണ് വിജയമുണ്ടായത് എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ സന്ധി എഴുതുമ്പോ 1500 മുസ്ലിംകൾ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ളത്. സന്ധി കഴിഞ്ഞപ്പോ ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങളെ ദഅവത്ത് നടത്തി സ്വാതന്ത്ര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ദഅവത്ത് നടത്താനുള്ള സാഹചര്യം ഉണ്ടായപ്പോ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകി വന്നത് ആ ഒരു അടിയറവ് പറയുന്നതിന്റെ പേരിലായിരുന്നു.
ആ ഒരു സന്ധിയുടെ പേരിലായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫത്ഹും മുബീൻ, അത് വ്യക്തമായ ഒരു വിജയമാണ് എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തോട് നമുക്കുള്ള കടമ എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും ഒരിക്കൽ പോലും പ്രകോപനമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് രാജ്യത്തുള്ള ജനങ്ങളോട് മാനുഷിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയുടെ നിലപാട്. ഓരോ പൗരനും അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇവിടെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും അട്ടിമറിക്കാനുള്ള ഗൂഢമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ നശിപ്പിക്കാനും വർഗീയത വളർത്തുവാനുമുള്ള ശ്രമങ്ങൾ ആരെല്ലാം നടത്തിയാലും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഏതെല്ലാം ശക്തികളുമായി, ഏതെല്ലാം വ്യക്തികളുമായി കൈകോർക്കാൻ കഴിയുമോ കൈകോർത്തുകൊണ്ട് വർഗീയതയ്ക്കെതിരെ പോരാടുക എന്നതാണ് ഈ ഓഗസ്റ്റ് 15 വിശ്വാസികളോട് നടത്താനുള്ള സന്ദേശം. സഹോദരങ്ങളെ, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവരുണ്ട്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. അവരുടെ മുന്നിലേക്ക് ഇസ്ലാമിന്റെ ശരിയായ സന്ദേശം പരിചയപ്പെടുത്തുക എന്നതാണ് ഒരു വിശ്വാസി നടത്തേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഏറ്റവും വലിയ ജിഹാദി എന്ന് പറയുന്നത് ആയുധമെടുത്തുകൊണ്ടുള്ള പോരാട്ടമല്ല, സായുധ പോരാട്ടമല്ല, മറിച്ച് നിങ്ങളുടെ വലത് കൈയിൽ പരിശുദ്ധ ഖുർആൻ ഏന്തണം, ഇടത് കൈയില് പ്രവാചകന്റെ സുന്നത്തും ഏന്തണം. ജനങ്ങളുടെ മുന്നിലേക്ക് പോകണം. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാത്തവർ, തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാത്തവർ, പ്രവാചകന്റെ സുന്നത്തുകൾ മനസ്സിലാക്കാത്തവർ, ശിർക്കിൽ മുങ്ങിക്കുളിച്ചവർ, അധർമ്മകാരികൾ, മതമുള്ളവരും മതമില്ലാത്തവരും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുമ്പോ അവരുടെ മുന്നിലേക്ക് ഇറങ്ങുക. അള്ളാഹു ഖുർആനിൽ പറയുന്നു, സൂറത്തുൽ ഫുർഖാൻ അള്ളാഹു പറയുകയാ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. നിങ്ങൾ നടത്തേണ്ട ഏറ്റവും വലിയ ജിഹാദ് അവരുടെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് ദഅവത്ത് നടത്തലാണ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തലാണ്. അതായിരിക്കണം ഇന്നിന്റെ സാഹചര്യത്തിൽ വിശ്വാസികൾ നടത്തേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഐക്യത്തോടെ, സ്നേഹത്തോടെ, സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين نحمده ونصلي على رسوله الكريم وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഓടുകൂടി ഹൃദയത്തിന് വികാരങ്ങൾ സൃഷ്ടിക്കുന്ന മാതൃകാപരമായ ഒരു പിടി പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന പ്രാർത്ഥനയാണ് വഇദ് ഖാല ഇബ്രാഹിം. ഇബ്രാഹിം നബി പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന. 14-ാം അധ്യായമായ സൂറത്ത് ഇബ്രാഹിമിന്റെ 35-ാമത്തെ ആയത്താണ്. റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്തെ നിർഭയത്വമുള്ള ഒരു രാജ്യമാക്കണം. ഞാൻ അധിവസിക്കുന്ന എന്റെ ജന്മനാട്, ഞാൻ താമസിക്കുന്ന എന്റെ ജന്മനാട്, ഈ നാടിനെ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണം. വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. എന്നെയും എന്റെ പൊന്നുമക്കളെയും എന്റെ കുടുംബത്തെയും ശിർക്കിൽ നിന്നും മുക്തരാക്കണം. അല്ലാഹു അല്ലാത്തവരിലേക്ക് നീങ്ങുന്ന ഏതെല്ലാം ആരാധനാ കർമ്മങ്ങളുണ്ടോ അതിൽ നിന്നും പൂർണ്ണമായിട്ടും ഞങ്ങളെ നീ അകറ്റണേ റബ്ബേ. മഹാനായ ഇബ്രാഹിം നബി നടത്തിയ ഒരു പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ഇന്നിന്റെ സാഹചര്യത്തിൽ വിശ്വാസികളുടെ ചുണ്ടിൽ നിന്നും നിർഗളിക്കേണ്ട പ്രാർത്ഥന ഇതാണ്. ഒരുപാട് പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോ, ആദർശവും ആരാധനയും ഒക്കെ ചോദ്യം ചെയ്യുമ്പോ, ഇവിടെ ജീവിക്കാൻ അവകാശികളല്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു വിശ്വാസി രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം.
നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഞങ്ങളുടെ ജന്മനാടായ ഈ നാട്ടിനെ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണേ റബ്ബേ എന്ന ആ മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥന വിശ്വാസികളിൽ നിന്നുണ്ടാകണം. അതിനോടൊപ്പം തന്നെ ആ രാജ്യത്തോടുള്ള കൂറ് പ്രഖ്യാപിക്കുമ്പോ, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആദർശരംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വിശ്വാസികളിൽ നിന്നുണ്ടാകണം. ശിർക്കുണ്ടാകുമ്പോ, ബിദ്അത്തുണ്ടാകുമ്പോ, തിന്മകൾ ഉണ്ടാകുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥയല്ല വിശ്വാസികളിൽ ഉണ്ടാകേണ്ടത്. ആദർശരംഗത്ത് വ്യക്തമായ നിലപാട്. രണ്ടാമത് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിനോടൊപ്പം ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാ, ശിർക്കിൽ നിന്ന് ഞങ്ങളെ മുക്തരാക്കണേ എന്ന പ്രാർത്ഥനയാണ് എങ്കിൽ ആദർശത്തോടുള്ള പ്രതിബദ്ധത ഒരിക്കലും വിശ്വാസികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നും ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ഒരുങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പലരും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രയാസം അനുഭവിക്കുന്നവർ, രോഗികളായി കഴിയുന്നവർ. നമ്മുടെ പള്ളിയിൽ എപ്പോഴും മുന്നിലുണ്ടാകുന്ന ബഹുമാന്യനായ യൂസുഫ് സാഹിബ്, അദ്ദേഹം രോഗബാധിതനായിട്ട് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ സഹോദരന് പൂർണ്ണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറ്റി ആഫിയത്തോടുകൂടി തിരിച്ചു വരാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് അദ്ദേഹത്തിനും നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ പള്ളിയിൽ ഇരിക്കുന്ന പലരും വ്യത്യസ്തമായ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. എല്ലാവർക്കും നീ പൂർണ്ണ ശിഫാഇനെ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, മാരകവും ഭീകരവുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നീ മോചനം നൽകണേ റഹ്മാനെ. പൂർണ്ണ ശിഫാഇനെ നൽകണേ റഹ്മാനെ. അത്തരം രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, രാജ്യത്ത് വർഗീയത സൃഷ്ടിക്കുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ജന്മനാട്ടിനെ നീ രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൈകോർക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖിനെ നൽകണേ റഹ്മാനെ. അകാരണമായി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും ജയിലറകളിൽ കഴിയുന്ന സഹോദരങ്ങളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, അവർക്കെല്ലാം നീ മോചനം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള തൗഫീഖിനെ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. രാജ്യത്തോടും നാടിനോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള മക്കളാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖിനെ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തിനെ നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.